അതെ. അമ്മാവനായ ഡോക്ടർ കെ രാജശേഖരൻ നായരാണ് ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത്. ആതുര രംഗത്തെ പ്രഗത്ഭമായ സേവനത്തിന് ശേഷം പൂർണ്ണമായി സാഹിത്യ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെയും നിരവധി അവാർഡ്സും തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയും അനുഗ്രഹവും ഈ സംരംഭത്തിനുണ്ട്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം നൽകുന്നത് മഹേഷ് കുമാർ. ആദ്യത്തെ സ്മാരക പ്രഭാഷണം ചെയ്യുന്നത് ഡോക്ടർ എം ജി ശശിഭൂഷണാണ്. അധ്യാപകൻ, സാഹിത്യകാരൻ, പ്രഭാഷകൻ, ആർട്ട് ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം മ്യൂറലുകളിലും ദക്ഷിണ ഭാരതത്തിലെ ശില്പകലയിൽ ആധികാരികമായി ഗവേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഗിരീഷ് രാജശേഖരൻ. ഡോക്ടർ ജോർജ് ഊണക്കൂർ മലയാളം പ്രൊഫസർ, നോവലിസ്റ്റ്, കഥാകൃത്ത് എന്ന നിലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ബാലഗോപാൽ. അപ്പൂപ്പൻ്റെ സഹോദരപുത്രൻ ശ്രീ ശൂരനാട് രാജശേഖരൻ തൻ്റെ തിരക്കിട്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിലും അദ്ദേഹം വരുന്നുണ്ട്, വഴിയിലാണ്. സാഹിത്യ രചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ ജീവചരിത്ര ഗ്രന്ഥമായ അറിവിൻ്റെ പ്രകാശഗോപുരം, ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ സംഭാവനകൾ എന്നീ കൃതികൾ സ്തുത്യർഹമാണ്. അദ്ദേഹത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അപ്പൂപ്പൻ്റെ വ്യക്തിത്വത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു വശം അദ്ദേഹത്തിൻ്റെ കവിതാ പാരായണം കൊണ്ട് ഇന്ന് നമ്മളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ശ്രീമതി സന്ധ്യ നവീനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുഷ്പോപഹാരം ബാലഗോപാൽ നൽകുന്നതാണ്. സദസ്സിലെ വിശിഷ്ട അതിഥികൾക്കും ബന്ധുമിത്രങ്ങൾക്കും ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു.